ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിലെ എൻ്റെ 9th വീക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 7th വീക്കിനെ കുറിച്ചും 8th വീക്കിനെ കുറിച്ചും, അതായത് പ്രൊജക്റ്റ് പ്ലാനിംഗ് വീക്കിനെ കുറിച്ചും ഫസ്റ്റ് പ്രൊജക്റ്റ് വീക്കിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെ കണ്ടില്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ അല്ലെങ്കിൽ കാർഡെങ്ങാണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് പോയിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നു. നമ്മൾ 8th വീക്കിൽ ചെയ്ത പോലത്തെ ഒരു വീഡിയോ തന്നെ ആയിരിക്കും നമ്മൾ 9th വീക്കിനെ കുറിച്ചും ചെയ്യുന്നത്. അതായത് ഈ ഒരു വീഡിയോ 8th വീക്കിൻ്റെ പോലെ തന്നെ ഒരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മളെ പ്രൊജക്റ്റിൽ നമ്മൾ എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, എന്തൊക്കെ ടാസ്ക്കുകളാണ് ഈ 9th വീക്കിൽ കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗണ്ടേ നിങ്ങൾക്ക് മേ ബി റിസീവ് ആവുന്നുണ്ടാവുള്ളൂ. സോ അതിന് ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമ നിങ്ങളോട് ചോദിക്കുന്നു. സോ നമ്മൾ 8th വീക്കിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഓടിച്ച് പോവുകയാണെങ്കിൽ, നമ്മൾ 8th വീക്കിൽ ആദ്യം ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് യൂസർ ലോഗിന്, സൈനപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അഡ്മിൻ സൈഡിലാണെങ്കിൽ യൂസർ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് അഡ്മിനിൽ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സാധനങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കാറ്റഗറി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാൻ, ബ്ലോക്ക് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ 8th വീക്കിൽ ചെയ്തിരുന്നു. ഒക്കെ നിങ്ങൾ 8th വീക്കിൻ്റെ വീഡിയോസിൽ പോയിട്ട് കാണുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 8th വീക്കിൽ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് ടാസ്കുകളായിരുന്നു. യൂസർ സൈഡിൽ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കുക, കാറ്റഗറീസിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കുക, ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പേജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ 8th വീക്കിൽ ഉണ്ടായിരുന്ന മറ്റു ടാസ്കുകളായിരുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് 9th വീക്കിലെ ടാസ്കുകൾ വെച്ച് തുടങ്ങാം. അപ്പോൾ 9th വീക്കിലൂടെ നമ്മൾ ഫസ്റ്റ് ടാസ്ക് മുതൽ അങ്ങനെ പറഞ്ഞ് പോകുമായിരിക്കും. അപ്പോൾ 8th വീക്കിൽ കൂടുതൽ അഡ്മിൻ സൈഡിലാണ് ടാസ്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ 9th വീക്കിൽ കൂടുതൽ യൂസർ സൈഡിലാണ് ടാസ്കുകൾ കൂടുതലുള്ളത്. അഡ്മിൻ സൈഡിൽ ഇല്ല എന്നല്ല, അഡ്മിൻ സൈഡിലുണ്ട്, പക്ഷേ കൂടുതൽ യൂസർ സൈഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ 9th വീക്കിൽ നമുക്ക് കിട്ടിയത് പ്രൊഫൈൽ മാനേജ്മെൻറ്റ്, അതായത് യൂസറിൻ്റെ പ്രൊഫൈൽ മാനേജ്മെൻറ്റ്. യൂസർക്ക് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ യൂസർക്ക് യൂസറെ ഇമെയിൽ കാണണം, യൂസറെ എന്ത് കാണണം, പേര് കാണണം, യൂസർ എന്താണോ സൈനപ്പ് ചെയ്തപ്പോൾ കൊടുത്ത പേര്, യൂസർ നെയിം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസർക്ക് കാണിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ യൂസർക്ക് അതൊക്കെ എഡിറ്റ് ചെയ്യാൻ തോന്നുകയാണെന്ന് വെച്ചാൽ അതൊക്കെ എഡിറ്റ് ചെയ്യാനും കഴിയണം. ഉദാഹരണത്തിന് ഇപ്പോൾ യൂസർക്ക് ഈ പേര് എഡിറ്റ് ചെയ്യാൻ തോന്നുകയാണെന്ന് വെച്ചാൽ പേര് എഡിറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ അത് എഡിറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ യൂസർ നെയിം എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ അത് എഡിറ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ യൂസർ നെയിം വാലിഡേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റൊരു യൂസർക്ക് ഈ സെയിം യൂസർ നെയിം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ സെറ്റാക്കി വേണം യൂസർ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊഫൈൽ മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമെയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ യൂസർക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ OTP വെരിഫിക്കേഷൻ വേണം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇമെയിൽ അടിച്ചിട്ട് OTP വെരിഫൈ ചെയ്തിട്ട് പുതിയ ഇമെയിൽ അടിക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ വേണം നിങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ പുതിയ ഇമെയിലിനും OTP വെരിഫിക്കേഷൻ കൊടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാസ്വേഡിനാണെങ്കിൽ നമ്മൾ ആൾറെഡി 8th വീക്കിൽ ഒരു ഫോർഗോട്ട് പാസ്വേഡിൻ്റെ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. അത് മെയിലേക്ക് OTP ഒക്കെ വന്നിട്ട് പാസ്വേഡ് അറിയില്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം. ഇനി ഞാൻ 9th വീക്കിൽ ഞാൻ എന്താ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഫൈൽ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും, വലിയൊരു ബട്ടൺ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് 3 ഇൻപുട്ട് ഫീൽഡ് കാണാം: കറണ്ട് പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. അപ്പോൾ കറണ്ട് പാസ്വേഡ് മാച്ച് ആവുകയാണെങ്കിൽ ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക, പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ആയി മാറാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ എല്ലാത്തിലുള്ള പോലത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഞാൻ അതും വെച്ചിട്ടുണ്ട്, ഫോർവേഡ് പാസ്വേഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഇനി പാസ്വേഡ് അഥവാ അറിയില്ലെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് വെച്ചിട്ട് മെയിലേക്ക് OTP വന്നിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ 8th വീക്കിൽ ഓടിച്ചു പോയ പാരിമാരി ഇവിടെ ഓടിച്ചു പോകുന്നുണ്ടാകും. ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊഫൈൽ മാനേജ്മെൻറ്റിലുള്ളത്. അടുത്തായിട്ട് യൂസർക്ക് വേണ്ടത്, യൂസർ സൈഡിൽ വേണ്ടത് അഡ്രസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ യൂസർക്ക് പുതിയ അഡ്രസ്സ് ആഡ് ചെയ്യാൻ കഴിയണം, എക്സിസ്റ്റിംഗ് അഡ്രസ്സ് എഡിറ്റ് ചെയ്യാൻ കഴിയണം, എക്സിസ്റ്റിംഗ് അഡ്രസ്സ് റിമൂവ് ചെയ്യാൻ കഴിയണം, മൾട്ടിപ്പിൾ അഡ്രസ്സുകൾ ആഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് അഡ്രസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ളത്. അടുത്തത് യൂസർക്കുള്ളത് ഓർഡർ മാനേജ്മെൻറ്റ് ആണ്. യൂസർ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡേഴ്സിനെ കാണാൻ കഴിയണം, ഓർഡർ ഹിസ്റ്ററി കാണാൻ കഴിയണം. എക്സിസ്റ്റിംഗ് ഓർഡർ ഇപ്പോൾ ഏതാണോ അതിൻ്റെ സ്റ്റാറ്റസ് ഉള്ളത്, ഇപ്പോൾ ഡെലിവറി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ കഴിയണം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് അഡ്മിൻ സൈഡിലോട്ട് പാസ് ചെയ്യണം. ഈ ക്യാൻസലേഷൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മെസ്സേജ് വല്ലതും പാസ് ചെയ്യണം. അതിനിപ്പോൾ കുറച്ച് പ്രീ ഡിഫൈൻഡ് മെസ്സേജ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഓർഡർ മാനേജ്മെൻറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും കഴിയണമല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലോട്ട് നമുക്ക് വരാം. അപ്പോൾ യൂസർ സൈഡിൽ മറ്റൊരു കാര്യമാണ് കാർട്ട് മാനേജ്മെൻറ്റ്. യൂസർക്ക് ഒരു സ്പെസിഫിക് കാർട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ കാർട്ടിലേക്ക് യൂസർക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ വീണ്ടും ആ കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ആക്കുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യണം. പിന്നെ യൂസർക്ക് ഒരു പ്രൊഡക്റ്റ് ഇത്ര ലിമിറ്റ് വെച്ച് കൊടുക്കണം, കാർട്ടിലേക്ക് ആഡ് ആക്കാൻ പറ്റണം. അപ്പോൾ ആ ലിമിറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ സ്റ്റോക്കിന് നമ്മൾ അഡ്മിൻ കൊടുക്കുന്ന സ്റ്റോക്കിന് യൂസർ ആ കാർട്ടിൽ എക്സീഡ് ആവാൻ വെച്ചാൽ സ്റ്റോക്ക് എക്സീഡ് എന്നൊരു അലേർട്ട് മെസ്സേജ് പാസ് ചെയ്യണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാർട്ടിൽ ചെയ്യണം. പിന്നെ കാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ചെക്കൗട്ട് ചെയ്യാനുള്ള ചെക്കൗട്ട് ബട്ടൺ കൊടുക്കാം നമ്മൾ. എന്നിട്ട് ആ ചെക്കൗട്ട് ബട്ടൺ വെച്ചിട്ട് നമ്മൾ ചെക്കൗട്ട് പേജിലോട്ട് പോവാം. അപ്പോൾ ചെക്കൗട്ട് പേജിൽ നിങ്ങൾക്ക് കാർട്ടിൽ ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ ലിസ്റ്റിംഗ് കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ടോപ്പിൽ പ്രൈസ് കാണിക്കുക, ഷിപ്പിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക, ഇനി ഷിപ്പിംഗ് ചാർജ് ഇല്ലെങ്കിൽ അതും കാണിക്കുക. പിന്നെ അഡ്രസ്സ് എവിടെയാണെന്ന് വെച്ചാൽ അഡ്രസ്സ് ലിസ്റ്റ് ചെയ്യാമെന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 9th വീക്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിട്ടുള്ള റാസർ പേ, പേപ്പാൽ അങ്ങനത്തെ ഒന്നും വേണ്ട. അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ്, വാലറ്റ് പേയ്മെൻറ്റ് അങ്ങനത്തെ ഒന്നും വേണ്ട. ജസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് ഏതെങ്കിലും അഡ്രസ്സ് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ കഴിയണം. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്രസ്സ് സെലക്ട് ചെയ്യുക. ഇനി അതോ അഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു ആഡ് ബട്ടൺ കൊടുക്കുക, അഡ്രസ്സ് ആഡ് ചെയ്യാൻ ഒരു ആഡ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വെച്ചുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുക.
ഓക്കെ, ഓർഡർ പ്ലേസ് ആയി. അപ്പോൾ ഓർഡർ പ്ലേസ് ആകുമ്പോൾ ഒരു സ്പെസിഫിക് ഓർഡർ ഐ ഡി ജനറേറ്റ് ആവണം. അങ്ങനെ ആ ഓർഡർ പ്ലേസ് ആയി. അപ്പോൾ ആ ഓർഡർ പ്ലേസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയണം, അതായത് പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് കുറയണം. ആ ഓർഡർ പ്ലേസ് ആകുമ്പോൾ എത്ര ഓർഡറാണോ പ്ലേസ് ആയത് അത്രയും സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയണം. അതുപോലെ തന്നെ അത് ഓർഡേഴ്സിൽ പോയി കാണിക്കണം. അപ്പോൾ ഓർഡേഴ്സിൽ ഫസ്റ്റ് പെൻഡിങ് ആയിരിക്കും സ്റ്റാറ്റസ് ഉണ്ടാവുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഡിഫോൾട്ട് ആയിട്ട് പെൻഡിങ് സ്റ്റാറ്റസ് വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ഡീറ്റെയിൽസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡേഴ്സ് പേജ് ഉണ്ടായിരുന്നല്ലോ യൂസറിന്, അങ്ങനെ ആ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഓർഡേഴ്സ് കാണാൻ സാധിക്കണം, ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കണം, ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പേജിലോട്ട് പോകാൻ സാധിക്കണം, ഏതൊക്കെ അഡ്രസ്സ് വെച്ചാണ് ഓർഡർ ചെയ്തതെന്ന് കാണാൻ സാധിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസറിൻ്റെ ഓർഡർ സൈഡിൽ കാണാൻ സാധിക്കണം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസർ ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞു സ്റ്റോക്ക് കുറയണമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ യൂസർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കുറഞ്ഞ സ്റ്റോക്ക് കൂടണം. ഓക്കെ, പിന്നെ യൂസർ കാർട്ട് മൊത്തം ഓർഡർ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ കാർട്ടിൽ നിന്ന് ആ പ്രൊഡക്റ്റൊക്കെ റിമൂവ് ആവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂസർ സൈഡിലുള്ളത്. ഇനി അഡ്മിൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ അഡ്മിൻ സൈഡിലുള്ളതും ഓർഡർ മാനേജ്മെൻറ്റ് തന്നെയാണ്. അഡ്മിൻ സൈഡിൽ നമുക്ക് ഈ 9th വീക്കിലെ ടാസ്ക് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഓരോ യൂസർ ആരൊക്കെ ഓർഡർ ചെയ്തെന്ന് കാണണം, ഓരോ സ്പെസിഫിക് ഓർഡേഴ്സ് കാണണം, അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസിലോട്ട് പോകണം, എവിടേക്കൊക്കെയാണ് ഓർഡർ പോയിട്ടുള്ളത്, ഓർഡറിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്. കറണ്ട് സ്റ്റാറ്റസ് അഡ്മിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. അഡ്മിൻ സൈഡിൽ നിന്ന് തന്നെ യൂസറിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്യാനും സാധിക്കണം. ഓക്കെ, ഇപ്പോൾ അഡ്മിന് നമുക്ക് പെൻഡിങ് ആയിരിക്കാം, കൺഫേംഡ് ആയിരിക്കാം, ഷിപ്പ്ഡ് ആയിരിക്കാം, ഡെലിവേർഡ് ആയിരിക്കാം. അങ്ങനെ സ്റ്റാറ്റസുകൾ അഡ്മിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. അത് യൂസർ സൈഡിൽ അപ്ഡേറ്റ് ആവും വേണം. ഈ ഓർഡർ സ്റ്റാറ്റസ് യൂസർ സൈഡിൽ അപ്ഡേറ്റ് ആവണം. ഇനിയിപ്പോൾ അഡ്മിന് ഇവിടുന്ന് ക്യാൻസൽ ആക്കിയാലും യൂസർ സൈഡിൽ ക്യാൻസൽ ആവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിൻ സൈഡിലുള്ളത്. അപ്പോൾ അഡ്മിൻ സൈഡിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല, അധികം യൂസർ സൈഡിലാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മിസ്റ്റേക്ക് വരുത്തിയ കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ കാർട്ടിൽ നിന്ന് മൊത്തമായിട്ട് പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പ്രശ്നം സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരൊറ്റ ഓർഡർ ആയിട്ടാണ് ഞാൻ ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ആദ്യം ഒരൊറ്റ ഓർഡർ എടുക്കുമ്പോൾ ഓർഡറിൻ്റെ അഡ്മിൻ സൈഡിൽ മാനേജ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു, ഓർഡർ മാനേജ്മെൻറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ഓരോ സ്പെസിഫിക് പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയണം, ഓരോ സ്പെസിഫിക് പ്രൊഡക്റ്റിൻ്റെ ഇത് ചേഞ്ച് ചെയ്യാൻ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ കഴിയണം. അങ്ങനെയൊക്കെ പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാർട്ടിൽ എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടായാലും അതൊക്കെ ഓർഡർ ചെയ്താലും ഓരോ പ്രൊഡക്റ്റ് ഓരോ ഓർഡറായിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ അഡ്മിൻ സൈഡിൽ ഓർഡർ മാനേജ് ചെയ്യാനും യൂസർ സൈഡിൽ ഓർഡർ മാനേജ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ ഈ 9th വീക്കിലത്തെ ടാസ്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടാസ്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല, സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, എല്ലാം ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക.